എല്ലാവർക്കും നമസ്കാരം. ഞാൻ മദർ തെരേസയുടെ കബറിടം സന്ദർശിച്ചതിന് ശേഷം ഇന്ന് മദർ തെരേസയുടെ ഈ നാട്ടിൽ നിന്ന് കൽക്കട്ടയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്രയാവുകയാണ്. നിങ്ങൾക്കറിയാം, മദർ തെരേസ സേവന അവാർഡ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കമ്മ്യൂണിറ്റി സർവീസ് സാമൂഹ്യ സേവനത്തിന്റെ അവാർഡായിരുന്നത്. അതില് വിജയം നേടിയ മിയ ആൻഡ് ഡെറിൻ ആണ് എന്റെ കൂടെയുള്ളത്. അത് നിങ്ങൾക്ക് അവരെ കാണാം. ദിസ് ഈസ് മിയ. മിയ കൈ കൊണ്ട് കാണിച്ചോ മിയ. യെസ്. ഇതാണ് ഡെറിൻ. ഡെറിൻ ഇടുക്കിക്കാരൻ അല്ലടാ. ഇങ്ങോട്ട് കാണിച്ചോ. ഇടുക്കിക്കാരനായ ഡെറിൻ ആൻഡ് എറണാകുളംകാരിയായ മിയ. മിയ എന്നിട്ട് കാണിക്കും ജോസേട്ടൻ. യെസ്. ഓക്കെ. പ്രിയമുള്ളവരെ, എന്തിനാണ് ഈ സുപ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ ഈ ലൈവിൽ വരുന്നത്? നമുക്കൊരു തലമുറയുണ്ടാകണം. മനുഷ്യ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും കാരുണ്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും വലിയ ജ്ഞാനമുള്ള ഒരു തലമുറയുണ്ടാകണം. മദർ തെരേസയുടെ ഈ സ്ഥലത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ മക്കൾക്കെല്ലാം ഈ ചൈതന്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. മയക്കുമരുന്നുകൾക്കും ലഹരിക്കും മദ്യപാനത്തിനൊക്കെ അടിമപ്പെട്ട് ജീവിതത്തിന്റെ സർവ്വ കൺട്രോളും നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികൾ ആകരുത് നമ്മുടെ മക്കൾ. അതിനു വേണ്ടത് അവർക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുക്കണം. പഠിച്ചാൽ മാത്രം പോരാ മക്കളെ. നിങ്ങൾ പഠിത്തം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്നത് ഒരു ജോലി. സയൻസും മാത്തമാറ്റിക്സും ഹിസ്റ്ററിയൊക്കെ പഠിച്ചാൽ കുറച്ച് അറിവേ ഉണ്ടാവുള്ളൂ. പക്ഷെ മനുഷ്യനെ പഠിക്കാനുള്ള ഏറ്റവും വലിയ സബ്ജക്ട് സാമൂഹ്യ സേവനമാണ്. ദുരന്തം വരുമ്പോൾ ഓടി വരുന്ന ആൾക്കാരെയല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്ന മക്കൾ. മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കുക, നല്ല ഡ്രസ്സ് കൊടുക്കുക, മൊബൈൽ ഫോൺ കൊടുക്കുക, കാർ വാങ്ങിച്ചു കൊടുക്കുക, പിക്നിക് കൊണ്ടുപോകുക, ഇതൊക്കെ നിങ്ങൾ ചെയ്തു. പക്ഷെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അവർ ഈ ലോകത്തിന്റെ വിളക്കുകളാകണം. മാത്രമല്ല, നിങ്ങളുടെ പ്രായാധിക്യത്തിൽ നിങ്ങളുടെ അവശത അനുഭവിക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി സർവീസ് ചെയ്ത് മുൻപന്തി നിൽക്കുന്ന മക്കൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരിക്കലും പോകില്ല. അതിനാൽ മിയയും ഡെറിനും ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും. മിയ ഇപ്പോൾ സംസാരിക്കുമ്പോ അവൾക്ക് കിട്ടിയ ഈ അവാർഡിന്റെ തുക 1,00,000 രൂപ. 1,00,000 രൂപ അതെന്ത് ചെയ്തു എന്ന് മിയ നിങ്ങളോട് പറയും. ഡെറിൻ നിങ്ങളോട് സംസാരിക്കും. 1,00,000 രൂപയാണ് ഡെറിന് കിട്ടിയത്. മദർ തെരേസയുടെ കൽക്കട്ടയിലെ ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് ഇവർ രണ്ടുപേരും ഫ്ലൈറ്റിൽ യാത്ര ഇവിടെ എത്തിയത്. ആ സന്തോഷം പങ്കിടാൻ മിയ ഡെറിൻ നമ്മുടെ കൂടെയുണ്ട്. മിയ, ഓവർ ടു മിയ. മിയ പറയൂ. ഹലോ എവരിവൺ, എന്റെ പേര് മിയ രാജേഷ് കട്ടിക്കാരൻ. ഞാൻ എറണാകുളത്തെ സെയിന്റ് തെരേസാസ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഇത് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്നോ ഒന്നും അറിയാതെയാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതിന്റെ കാര്യങ്ങൾ ഞങ്ങളുടെ സ്കൂൾ കോർഡിനേറ്റർ സിസ്റ്റർ നിരഞ്ജന വഴി എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതനുസരിച്ച് ചെയ്ത് തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്താണ് സംഭവം എന്നൊക്കെ. പിന്നെ എനിക്ക് മദർ തെരേസിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ മദർ തെരേസ ചെയ്ത കാര്യങ്ങൾ അതെല്ലാം ഫോളോ ചെയ്യാനും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കമ്മ്യൂണിറ്റി സർവീസ് തുടരാനും എല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാനത് എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ചെയ്യും. അപ്പം എനിക്ക് ഇതിന് അവാർഡായിട്ട് ഫാദർ ഡേവിസ് ചെറുമേല് എനിക്ക് ഇതിന് അവാർഡായിട്ട് വിൻ ചെയ്തപ്പോൾ കിട്ടിയത് 1,00,000 രൂപയാണ്. അപ്പോൾ അത് ഞാൻ മുഴുവൻ തന്നെ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഒരു 50,000 നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തു, ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അത് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു 9th കൊച്ചിൻ്റെ വീട് പൊളിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ആ കൊച്ചിന് വീട് പണിയാനായിട്ട് സഹായിക്കാൻ വേണ്ടി ആ തുക കൊടുത്തു. പിന്നെ ബാക്കി തുകയും ഞങ്ങൾ അനാഥാലയങ്ങൾ, അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം, പിന്നെ അങ്ങനെ ആവശ്യമുള്ളവർക്കായിട്ട് ഞങ്ങൾ അത് പങ്കിട്ടിരുന്നു. പ്രിയമുള്ളവരെ, മിയയുടെ വാക്കുകളാണ് കേട്ടത്. ഇതുപോലെയുള്ള മനുഷ്യരെയാണ് നമുക്ക് ആവശ്യം. നമുക്ക് എന്തെല്ലാം മറ്റുള്ളവരിൽ നിന്ന് കിട്ടും എന്ന് കരുതുന്നവരല്ല, കിട്ടുന്നത് മുഴുവനും കൊടുക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയമായി മിയ മാറിയിരിക്കുന്നു. ഓവർ ടു ഡെറിൻ. ഹലോ എവരിവൺ, എന്റെ പേര് ഡെറിൻ ആന്റണി. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്, സെന്റ് ജെറോംസ് ലാംഗുഡി. അപ്പം ഇത് ഞാൻ കിട്ടുമെന്നൊട്ടും പ്രതീക്ഷയില്ല, 1,00,000 രൂപയുടെ അവാർഡൊന്നും. അപ്പം മദർ തെരേസയുടെ ഈ ജീവിതത്തിൽ, മദർ തെരേസ ജീവിച്ച ഈ നാട്ടിലൊക്കെ വന്ന്
മദർ തെരേസയുടെ ശരീരമൊക്കെ കാണാൻ ഒരു അവസരം കിട്ടിയത് ഞാനൊരു പുണ്യമായി കാണുന്നു. അതിന് പിന്നെ പ്രവർത്തിച്ച ഫാദർ ചെയർമാനച്ഛന്റെ എല്ലാ ഒരു പ്രവർത്തനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എന്റെ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദികൾ ഞാൻ പറയുന്നു. നീ എന്തിന്റെയൊക്കെ ജില്ലാ തലത്തിലുള്ള ചാമ്പ്യൻസ്? ഞാൻ ചെസ്സില് ജില്ലാ ചാമ്പ്യനാണ്, ഇടുക്കി ജില്ലാ ചാമ്പ്യനാണ്. പിന്നെ ഈ പൈസ കൊണ്ട് ഞങ്ങള് 25,000 രൂപയ്ക്ക് സ്കൂളിലേക്ക് ഒരു പ്രിന്ററൊക്കെ വാങ്ങിച്ചു കൊടുത്തു. 6 അനാഥാലയങ്ങൾക്ക് ഞങ്ങള് ഡ്രസ്സൊക്കെ കൊടുത്ത് സഹായിച്ചു. പിന്നെ അത്രയൊക്കെ ഉള്ളു. വോളിബോളിന്റെ ഇടുക്കി ജില്ലാ ചാമ്പ്യനാണ്. ചാമ്പ്യൻഷിപ്പ് ഞങ്ങളുടെ ടീമും ഉണ്ട്, അതിന്റെ സ്റ്റേറ്റും ഉണ്ട്. ഇനി മത്സരിക്കാൻ പോണം. ഓക്കെ പ്രിയമുള്ളവരെ, നമുക്ക് കഴിവുകളും വേണം, അറിവ് വേണം, പഠിപ്പും വേണം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിന്റെ ആനന്ദമാണ്. മറ്റു വിജയങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് അത് പോകും. പക്ഷേ കമ്മ്യൂണിറ്റി സർവീസ്, മനുഷ്യ സേവനം, സാമൂഹ്യ സേവനം, അത് ദൈവസ്നേഹത്തിന്റെ പ്രകടനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെയും വേദനകളെ കണ്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. അവൻ ഉള്ളതെല്ലാം പകുത്തു കൊടുക്കും. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. ആ ദൈവിക സ്വഭാവമുള്ള മക്കളായിട്ട് ഈ ലോകത്തിലെ നാനാജാതി മതസ്ഥരാകണം. അതിനാൽ മദർ തെരേസ ഈ കൽക്കട്ടയിലെ തെരുവിലാണ് ആദ്യമായിട്ട് വന്ന് മനുഷ്യ വിസർജം കൊണ്ടുപോകുന്ന, നമ്മൾ നാട്ടിൽ തോട്ടുകൾ എന്ന് വിളിച്ചിരുന്ന ആ സഹോദരിമാരുടെ വസ്ത്രം വാങ്ങിച്ച് ഉടുത്ത്, അവരുടെ സ്റ്റൈലിൽ ഉടുത്ത്, ആ വസ്ത്രമാണ് ഇപ്പോൾ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ധരിക്കുന്ന ആ രീതികൾ. അതെല്ലാം മഹത്തായ, ലോകം മുഴുവനും ജവഹർലാൽ നെഹ്റു ആണ് മദർ തെരേസയ്ക്ക് പത്മശ്രീ നിർദ്ദേശിച്ചത്, നൊബേൽ പ്രൈസ് നേടിയത്. ഇതൊന്നും മദർ തെരേസയുടെ എളിമയ്ക്കോ ദൈവസ്നേഹത്തിനോ ഒരിക്കലും കോട്ടം വരുത്തിയില്ല. മദർ തെരേസ എന്ന് പറയുന്ന ലോകത്തിന്റെ തന്നെ അത്ഭുതമായ കാരുണ്യത്തിന്റെ മാലാഖയ്ക്ക് ഞങ്ങൾ എല്ലാവരുടെയും കൂപ്പുകയും. മോളെ ഒരു കൂപ്പുകയും എല്ലാവർക്കും കൊടുത്തു. നന്ദി പറഞ്ഞ എല്ലാവരോടും. ഓക്കെ, എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഞങ്ങൾ ഇവിടുന്ന് കൽക്കട്ടയിൽ നിന്ന് യാത്രയാവുകയാണ്. എന്നെ ശ്രവിച്ച, എന്നെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും കാണട്ടെ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.